അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലിം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ തജ്വീദ് 3ാമത്തെ പാഠഭാഗമാണ്. അദ്ദർസു സാലിസു മഖാരിജുൽ ഹുറൂഫ്, അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങൾ. ഹുറൂഫുൽ ഹൽഖ്, തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ. ഹംസ് ഹ, തൊണ്ടയുടെ താഴെയറ്റം. ഐന് ഹ, തൊണ്ടയുടെ മധ്യം. ഗൈന് ഖ, തൊണ്ടയുടെ മേലേ അറ്റം. ഹുറൂഫുൽ ലിസാൻ, നാക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ. ഖാഫ്, നാക്കിൻ്റെ അങ്ങേ അറ്റവും നേരെ മേൽ അണ്ണാക്കും. കാഫ്, ഖാഫിൻ്റെ അല്പം ഇപ്പുറം. ജീമ്, ഷീന്, യാ, നാക്കിൻ്റെ മധ്യവും നേരെ മേൽഭാഗവും. ളാദ്, നാക്കിൻ്റെ 1/2 അരിക് നീളത്തിൽ മേൽ അണപ്പല്ലുകളോട് ചേർത്ത്. ലാമ്, നാക്കിൻ്റെ പുച്ഛവും മുൻപല്ല് മുതൽ അണപ്പല്ല് വരെയുള്ള ഊനിൽ നിന്ന് അല്പവും. നൂന്, നാക്കിൻ്റെ പുച്ഛവും മേൽ മുൻപല്ലിൻ്റെ ഊനിൽ നിന്ന് അല്പവും. റാ, നാക്കിൻ്റെ പുച്ഛത്തിൻ്റെ പുറവും മേൽ മുൻപല്ലുകളുടെ ഊനും. ത്വാ, ദാല്, താ, നാക്കിൻ്റെ പുച്ഛവും മേൽ മുൻപല്ലുകളുടെ ചുവടും. സ്വാദ്, സായ്, സീന്, നാക്കിൻ്റെ കൂർത്ത അറ്റവും താഴെ മുൻപല്ലുകളുടെ മേൽഭാഗവും താഴെയും മുകളിലുമുള്ള മുൻപല്ലുകളുടെ ഇട. ളാ, ലാല്, സാ, നാക്കിൻ്റെയും മേൽ മുൻപല്ലുകളുടെയും തലകൾ. ഹുറൂഫു ഷഫത്ത്, ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ. ഫ, താഴെ ചുണ്ടും മേൽ മുൻപല്ലുകളുടെ പുച്ഛങ്ങളും. വാവ്, ബ, മീമ്, 2 ചുണ്ടുകളുടെ സഹായത്തോടെ പുറപ്പെടുന്നത്. തംബീഹ്, ബാ ഉച്ചരിക്കുമ്പോൾ മേലെ ചുണ്ട് താഴെ ചുണ്ടിലേക്ക് കടന്നിരിക്കണം. മീമ് ഉച്ചരിക്കുമ്പോൾ 2 ചുണ്ടുകളുടെ തെല്ല് മുഴുവൻ ചേർന്നിരിക്കണം. വാവ് ഉച്ചരിക്കുമ്പോൾ 2 ചുണ്ടുകളുടെ നടു ഒഴിവായിരിക്കണം. ഹുറൂഫുൽ ജൗഫ്, ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ. നീട്ടാൻ അലിഫ്, വാവ്, യാ ഉപയോഗിക്കുമ്പോൾ ഈ അക്ഷരങ്ങൾ ഉള്ളിൽ നിന്ന് പുറപ്പെട്ട് വായുടെ തുറന്ന അന്തരീക്ഷത്തിൽ അവസാനിക്കുന്നു. ഈ അക്ഷരങ്ങൾക്ക് ഹുറൂഫുൽ മദ് എന്നും പറയപ്പെടും. ഹുറൂഫുൽ ഖൈശൂം, തരിമൂക്കിൻ്റെ സഹായത്തോടെ പുറപ്പെടുന്ന അക്ഷരങ്ങൾ. മീമ്, നൂന് എന്നീ അക്ഷരങ്ങൾക്ക് തരിമൂക്കിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ യഥാർത്ഥ ശബ്ദം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഈ പാഠഭാഗത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? ഓരോ അക്ഷരങ്ങളും അവ പുറപ്പെടുന്ന സ്ഥാനങ്ങളുമാണ് നാം മനസ്സിലാക്കിയത്. പല തവണ ഈ അക്ഷരങ്ങൾ പറഞ്ഞു നോക്കി ഇതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചെക്ക് ചെയ്യണം. ഇനി നമുക്ക് എക്സസൈസ് നോക്കാം. 1. ഹുറൂഫുൽ ഹൽഖ് ഏതെല്ലാം? തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹംസ്, ഹ, ഐന്, ഹ, ഗൈന്, ഖ. 2. ഖ, ഖാഫ്, ഷീന്, ളാദ്, ത്വാ, ളാ, ഫാ എന്നീ അക്ഷരങ്ങളുടെ മഖ്റജുകൾ പറയുക. ഖ, തൊണ്ടയുടെ മേലേ അറ്റം. ഖാഫ്, നാക്കിൻ്റെ അങ്ങേ അറ്റവും നേരെമേൽ അണ്ണാക്കും. ഷീന്, നാക്കിൻ്റെ മധ്യവും നേരെ മേൽഭാഗവും. ളാദ്, നാക്കിൻ്റെ 2/1 അരിക് നീളത്തിൽ മേലെ അണപ്പല്ലുകളോട് ചേർത്ത്. ത്വാ, നാക്കിൻ്റെ പുച്ഛവും മേൽ മുൻപല്ലുകളുടെ ചുവടും. ളാ, നാക്കിൻ്റെയും മേൽ മുൻപല്ലുകളുടെയും തലകൾ. ഫ, താഴെ ചുണ്ടും മേൽ മുൻപല്ലുകളുടെ പുച്ഛങ്ങളും.
3. തരിമൂക്കിൻ്റെ സഹായത്തോടെ പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏവ? മീമ്, നൂന്. പൂരിപ്പിക്കുക. നീട്ടാൻ ഉപയോഗിക്കുന്ന അലിഫ്, വാവ്, യാ എന്നീ അക്ഷരങ്ങൾക്ക് ഡാഷ് എന്ന് പറയപ്പെടുന്നു. ഹുറൂഫുൽ മദ് എന്നും പേര് പറയപ്പെടുന്നു. ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ പാഠഭാഗം അവസാനിക്കുകയാണ്. പാഠഭാഗവും ചോദ്യോത്തരങ്ങളും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ കുട്ടികളിലേക്ക് ഈ വീഡിയോ എത്തുന്നതിനായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.